ഡോക്ടർമാർക്കിത് കലികാലം. ദുരൂഹതയുടെ ചുരുളഴിയാതെ ഡോക്ടർ വിശ്വം കൊലക്കേസിന് പിന്നാലെ ഡോക്ടർ പീറ്ററുടെയും ദാരുണാന്ത്യം. ഇത് പോലീസിന്റെ അനാസ്ഥയോ? കേസ് തെളിയിക്കാതെ നോക്കുകുത്തിയായി പോലീസ്. അല്ലെങ്കിലും ഈ മീഡിയ ഒന്നും അറിയണ്ടല്ലോ നമ്മുടെ കഷ്ടപ്പാട്. കൊട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് ജയിലിടാൻ പറ്റത്തില്ലല്ലോ. എന്റെ വടക്ക എന്നെ പണിയാ കാണിച്ചേ. മനുഷ്യനിവിടെ ത്രില്ലടിച്ച് വരുമായിരുന്നു. അല്ലെങ്കിൽ മീഡിയ പറഞ്ഞിട്ട് എന്നാ കാര്യം? അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് ഇവിടെ ചിക്കൻ കാലും കടിച്ചിരിക്കുവല്ലേ. എടി നിന്റെ കളി മീഡിയയുടെ ക്യാമറയുടെ മുന്നിൽ മതി, അത് DGPയുടെ ഓഫീസിൽ വേണ്ട. എടോ താനിവിടെ മോളോടും കിന്നരിച്ച് ചിക്കൻ കാലും കടിച്ചിരുന്നോ? മേളിലുള്ളവരോടും താഴെയുള്ളവരോടും ഒക്കെ ഉത്തരം പറയേണ്ടത് ഞാനാ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ താൻ പറയുന്നേ? തന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും പ്രതികൾ എന്റെ കക്ഷത്തിരിക്കുവാന്ന്. എടാ, നീയും ഞാനും അടക്കം ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ അവന്മാരും ഈ കേസിന്റെ പുറകെയാ. ഇനി ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി അവൻ വരട്ടെ, അപ്പൊ ശരിയാകും. ആര്? എടാ, മറ്റേ ആ പെണ്ണ് ചത്തത് ഡിപ്പാർട്ട്മെന്റിന്റെ തലയിലിട്ട് പണി കളഞ്ഞു പോയാ മറ്റേ ചെറുക്കന്റെ പേരെന്നായിരുന്നു? അവൻ ഇങ്ങനെയുള്ള കുറെ കേസ് തെളിയിച്ചതല്ലേ. ആര്? ആന്റണിയോ? അവൻ തന്നെ. എടാ, അവനോട് നമ്മൾ എങ്ങനെ ചോദിക്കുന്നേ? ഒരു പരിധിവരെ അവന്റെ പെണ്ണ് എങ്ങനെ മരിച്ചതെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അതിന്റെ ചുരുക്കം അവനുണ്ട്. അവന്റെ ഭാര്യ വണ്ടി കയറി ചത്തത് നാട്ടുകാർ മൊത്തം കണ്ടതാ. ഇടിച്ചു കയറ്റിയവൻ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്തോ ഉണ്ടാക്കാനാ? എടാ വടക്ക, നീ വിചാരിച്ച ചിലപ്പോ നടക്കും. ഒന്നുമില്ലെങ്കിലും നീ കുറെ സഹായിച്ചതല്ലേ അവനെ. എടാ, ഞാൻ ആ കൊച്ചന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എടോ ഡേവിഡ് വടക്ക, താനൊക്കെ ഇത് കോത്താഴത്തിലെ പോലീസാടോ. കൈ നനയാതെ മീൻ പിടിച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാന്ന് പറയുമ്പോ താനൊക്കെ. അതെ പപ്പേ, ബെന്നിയങ്കള് പറഞ്ഞതാ ശരി. അന്തോണിച്ചൻ വന്ന എല്ലാം ശരിയാകും. അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ഈ 10-20 വയസ്സുള്ള കൊച്ചിന്റെ ബുദ്ധി പോലും തനിക്കില്ലാതെ പോയല്ലോ. ഇനി നാളെ ഏമാമാരുടെ ആട്ടും തുപ്പും വാങ്ങാൻ പോകുമ്പോ ഈ ബെന്നിക്കോട്ടയ്ക്കൽ കാണുവേല. ഇനി താൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോവാ. എടാ, നീ പോവാണോ? അങ്കിള് മാത്രമല്ല, ഞാനും പോവാ. ഈ കാര്യത്തിൽ ഞാൻ ബെന്നിയങ്കളുടെ ഭാഗത്താ. അങ്കിളെ, ആ കോളേജിന്റെ ഫ്രണ്ടിൽ വണ്ടി ഒന്ന് ചവിട്ടണേ. എടി, ഞാൻ നിന്നെ കൊണ്ടുവിടാടി. പോയോ? മേ ഐ കമ്മിങ് സാർ? താൻ ചോദിക്കൊന്നും വേണ്ട, കേറി വാ. എന്തെങ്കിലും കിട്ടിയോ? സാർ, ഡോക്ടർ പീറ്റർ ആൻഡ് വിശ്വം, ദേ ബോത്ത് ആർ കണക്ട്. ഹൗ? സാർ, 2 പേരിലും ഉണ്ടായിരുന്ന കോമൺ തിങ് ഇസ് ലേബർ റൂട്ടി. അതേ വരും, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ബട്ട് നത്തിങ് സസ്പീഷ്യസ് ബിക്കോസ് ദേ ആർ ഗൈനക്കോളജിസ്റ്റ്. ഓൾ റൈറ്റ് സാർ, ബട്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടാ? കൊലയാളി അവരുടെ പേഷ്യൻ്റ് ആയിക്കൂടെ? മേ ബി പേഷ്യൻസ്. താൻ പറഞ്ഞു വരുന്നത് കൊലയാളി ഒരു സ്ത്രീയാണെന്നാണോ? ഐ എം നോട്ട് ഷുവർ സാർ. തൻ്റെ ഫൈൻഡിങ്സ് എന്തായാലും ആരോടും ഷെയർ ചെയ്യണ്ട. വിൽ സി. ദെൻ ഇന്ന് ആഫ്റ്റർനൂൺ നമുക്കൊരിടം വരെ പോകണം. ഓക്കെ സാർ. யார் சார் நீங்க? என்ன வேணும்? போலீஸிலൊക്കെ ഉണ്ടായിരുന്ന ആന്റണിയുടെ വീട്. സാറ് பார்க்க வந்தையா? இதுதான், உள்ள வாங்கோ. டீ और காஃபி? நோ தேங்க்ஸ். இல்லை சார், நீங்க யாரு? யாரா இருந்தாலும் எனக்கு என்ன. ஆண்டனி சார், உங்களை பார்க்கறதுக்கு யாரோ வந்தாச்சு. அண்ணா, ഇവിടെ മറ്റാരും ഇല്ലേ? இல்லை சார், இங்க நானும் ஆண்டனி சார் மட்டும்தான் இருக்கேன். ஓ, இது பார்த்து கேட்டுட்டியா? அவன் மனைவியும் குழந்தையும் இன்னும் இருக்குன்னு நினைச்சு என்னவோ பண்ணி வச்சுட்டாங்க. கடவுளே, இந்த மாதிரி பைத்தியம் என் வாழ்க்கையில பார்க்கவே இல்லை. സാർ, ആന്റണി അങ്ങേക്ക് ഭ്രാന്താണോ? എടോ, എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ ഇല്ലെന്ന് പറയാൻ തന്റെ വായിൽ എന്താ നാക്കില്ലേ?
ആൻ്റണി, എന്ത് വേണം? ആൻ്റണി, അത് ഗെറ്റ് ഔട്ട്. ആൻ്റണി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സാറെന്ന് വിളിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ മര്യാദ. അതെന്നെക്കൊണ്ട് തിരുത്തരുത്. ആൻ്റണി പ്ലീസ്, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്റെ സഹായം വേണം. സഹായം? അതും എൻ്റെ അടുത്ത്. പെണ്ണ് ചത്തതിൻ്റെ പേരിൽ തൊപ്പി കളഞ്ഞ പൊട്ടൻ്റെ ബുദ്ധി തന്നെ വേണോ ഡേവിഡ് സാറേ? നിന്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കാൻ ഒരു അർഹതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തു വന്നാലും നീ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ താൻ അറിയുന്നുണ്ടാകുമല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഡിപ്പാർട്ട്മെൻ്റ് ആകെ പ്രതിസന്ധിയിലാണ്. ആൻ്റണി, I can understand your situation, but for the last time, I need your help. ഇവനെ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റിലെടുത്തോ? ആ, കേസിലൊരു തീരുമാനമായിട്ടില്ലല്ലോ. അത് വെച്ച് കെട്ടാൻ ഒരു തല വേണം. ഇതൊക്കെ അത്രേ ഉള്ളൂ. തിരിച്ചെടുത്തത് പോട്ടെ, വന്ന കോലം കണ്ടില്ലേ? ചന്തയിൽ വരുന്ന പോലെ. എടോ എന്താടോ അടക്ക, ഒന്ന് നടത്തിത്താടോ. സ്വന്തം മോളല്ലേ ചോദിക്കുന്നേ, ഒന്ന് ശരിയാക്കി താടോ. അന്നക്കൊച്ചെ, ഇത് നടക്കുന്ന കാര്യമല്ല. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അല്ലെങ്കിൽ നിന്റെ മമ്മിയാണ് എന്നെ വളച്ച് കുപ്പിയിലാക്കിയത്. മോളും അതേ പാരമ്പര്യം തുടങ്ങാനായിരിക്കും. എടോ എന്താടോ പപ്പേ, തനിക്കൊരു മോളല്ലേ ഉള്ളൂ. എന്റെ ഇഷ്ടം പോലെ സാധിച്ചു കൊടുക്കാത്ത താനൊക്കെ തന്തയാണോടോ തന്തേ? എന്റെ പൊന്നന്നാമ്മേ, ഈ കാര്യത്തിൽ അന്തോണിസ് പുണ്യാളം വിചാരിച്ചാൽ പോലും നടക്കുകയില്ല. ഓഹോ, എങ്കിൽ അന്തോണിസ് പുണ്യാളം വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുകയില്ലായിരിക്കും. പക്ഷെ ആലീസ് പുണ്യാളത്തെ വിചാരിച്ചാലോ? മനസ്സിലായില്ല. ഞാൻ മമ്മിയോട് പറയട്ടെ. മമ്മിയോട് വഴക്കിട്ട് അമ്മാമ്മച്ചിയുടെ ആണ്ട് പോലും കൂടാതെ നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞ് പപ്പ എങ്ങോട്ടാ മുങ്ങിയതെന്ന്. കർത്താവേ, ഇവളിതെങ്ങനെ? പിന്നെ ട്രെയിനിങ് ആണെന്ന് മമ്മിയോട് കള്ളം പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ വെള്ളവടി പാർട്ടിക്ക് വേണ്ടി മൂന്നാറിന് മുങ്ങിയതും ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ പുണ്യാള, ഇവളെന്റെ പുക കണ്ടിട്ടേ അടങ്ങും. എനിക്കറിയാലോ, എന്റെ ആലീസ് ഇതൊന്നും കേട്ടാ വിശ്വസിക്കത്തില്ല. ആ, കേട്ടാ വിശ്വസിക്കത്തില്ലായിരിക്കും. മമ്മിയെ കള്ളം പറഞ്ഞ് മയക്കാൻ പപ്പയ്ക്കേ കഴിയത്തുള്ളൂ. പക്ഷെ ഇത് ഞാൻ കാണിച്ചാലോ? ക്ലാരിറ്റി കുറച്ച് കുറവാ. ആ, അടുത്ത വട്ടം ശരിയാക്കാം. അന്നാമേ? യെസ്, അന്നാമ തന്നെ. എടാ പപ്പയുടെ പൊന്നല്ലേ, പറയുന്നത് കേക്ക്. വീഡിയോ ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. നോ വേ. വേറെ വഴിയില്ലാത്ത കൊണ്ടാ. ഓൾറെഡി ആന്റണി അസിസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ശരി, അന്തോണിച്ചനെ അസിസ്റ്റ് ചെയ്യാൻ വരുണേട്ടൻ, വരുണേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ. അതെന്തെങ്കിലും നീ അയക്കോ. ഇപ്പൊ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. അതാണ് ഡേവിഡ് വടക്കൻ. അപ്പൊ പറയേണ്ടത് പോലെ പറഞ്ഞാൽ കാര്യം നടക്കുമല്ലേ? പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം. നീ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ കേസ് അന്വേഷണത്തിന് നീയായിട്ടൊരു തടസ്സം ഉണ്ടാക്കരുത്. ഓക്കെ, അത് ഞാൻ ഇട്ടു. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമല്ലേ? മേ ഐ കം ഇൻ സാർ? ഹാ, യെസ്, കം ഇൻ. എന്താണ് മാഷേ, യൂണിഫോം ഇല്ലാതാണോ DGPയുടെ റൂമിലോട്ട് വരുന്നേ? ബുദ്ധിമുട്ടുണ്ട്. എന്താ? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിലാരും കൈ കടത്തണ്ട. കൈ കടത്തുമല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ ടീമിൽ ജോയിൻ ചെയ്യുന്നവരല്ലേ? വാട്ട്? അതെ, നമ്മൾ രണ്ടും നല്ല കോംബോ അല്ലേ? സ്റ്റോപ്പ്, ഐ വിൽ എക്സ്പ്ലെയിൻ. ആന്റണി, അന്ന ജേർണലിസം പഠിക്കുക. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു കേസ് സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ഫീൽഡ് വർക്കിന് വേണ്ടി ഈ ടീമിൽ അന്നയും ഉണ്ടാകും. നിങ്ങൾ അവളുടെ കാര്യം ആലോചിച്ച് ബോധേഡാവണ്ട. അവൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. വാട്ട് എവർ, ഐ ഡോണ്ട് കെയർ. എനിവേ, ഞാനിന്ന് ഓഫാ. അതിന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഓഫോ? സാർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പോയി പിടിക്കടോ അവനെ. ആ, ഓക്കെ സാർ. എങ്കിൽ പപ്പേ ഞാനും പോവാ. ഓക്കെ, ബൈ. എന്റെ അന്തോണിസ് പുണ്യാളാ, നിന്നെ നീ തന്നെ കാത്തോണേ. എന്താ സാർ വേണ്ടത്?
ഒരു സിഗരറ്റ്. ചേട്ടാ, ഒരു ചായ. ഒന്നല്ല ചേട്ടാ, 2 ചായ. ഈ കുറിപ്പ് എവിടുന്ന് വന്നു? എന്ത് സ്പീഡാ മനുഷ്യ നിങ്ങൾക്ക്. എൻ്റെ കാലിന് ഇത്രയും നീളമില്ലാന്ന് അറിയാൻ മേലേ. ആന്റണി, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ഇത് താൻ വിചാരിക്കുന്ന പോലെ തമാശയല്ല. ഇതിൻ്റെ സീരിയസ്നെസ് തനിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്കറിയാവുന്നതുപോലെ ഈ കേസിനെ പറ്റി മറ്റാർക്കും അറിയില്ല. FIR വായിച്ചത് കൊണ്ടൊന്നും ആയില്ല. തനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ലെറ്റ് us ഡിസ്കസ്. ഡോക്ടർ വിശ്വം മരിക്കുന്നത് പുലർച്ചെ 2 മണിയോടടുത്താണ്. ആള് 2 മാസം മുൻപ് ഡിവോഴ്സായി. അയാളുടെ ഭാര്യയും മക്കളും അങ്ങ് US-ലാണ്. അവർക്ക് ഇയാളെ വലിയ മതിപ്പൊന്നുമില്ല. അയാൾ കഴിഞ്ഞ ഒരു 6 വർഷമായി ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ 12 യൂണിറ്റ് എടുക്കേണ്ടതിന് പകരം 80 യൂണിറ്റ് എടുത്തതാണ് മരണകാരണം. അയാളുടെ ഡിവോഴ്സിന് ശേഷം ആള് കുറച്ച് ഡിപ്രഷനിലായിരുന്നു. സോ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് സൂയിസൈഡ് ചെയ്തെന്നാണ് മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന അഗസ്റ്റി സാറിൻ്റെ റിപ്പോർട്ട്. സംശയം തോന്നിയിരുന്ന 2-3 പേരെ ചോദ്യം ചെയ്തിരുന്നു. ബട്ട് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. ദെൻ ഡോക്ടർ പീറ്റർ അവരുടെ തന്നെ പേരൻറ് ഹോസ്പിറ്റലായ KJ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. മരണസമയം 3 to 5 AM. കഴിഞ്ഞ 30 വർഷമായി ആളൊരു ആസ്മ പേഷ്യൻ്റാണ്. നോ ഫാമിലി ഇഷ്യൂസ്, നോ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നോ വർക്ക് ഇഷ്യൂസ്. ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് 2-നും 3-നും ഇടയിലാണ് ഇൻഹേലർ ഉപയോഗിച്ചിട്ടുള്ളത്. മരണകാരണം സൈനൈഡ് ഉള്ളിൽ ചെന്നതാണ്. പക്ഷേ അന്ന് അയാൾ ഉപയോഗിച്ചിരുന്ന ഇൻഹേലറിൽ സൈനൈഡിൻ്റെ അംശം ഉണ്ടായിരുന്നില്ല. തെളിവുകളുടെ അഭാവം മൂലം സൈനൈഡ് ആണെന്നാണ് അഗസ്റ്റി സാർ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അയാൾക്കൊരു മോളുണ്ട്, കവിത. സാർ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തൻ്റെ ഫാദറിൻ്റെ മരണം ഒരു ആത്മഹത്യ അല്ല എന്നാണ് മിസ് കവിത പറയുന്നത്. ബട്ട് 2 പേരെ പറ്റിയും നാട്ടുകാർക്കിടയിലോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോലും നല്ല അഭിപ്രായമില്ല. ഇത്രയും കേട്ടിട്ട് തനിക്കെന്താ തോന്നുന്നേ? ആരെങ്കിലും കൊന്നതായിരിക്കും. എടോ, അവന്മാർ ഗൈനക്കോളജിസ്റ്റ് മാത്രമാണെന്ന് തനിക്കെന്താ എത്ര ഉറപ്പ്? അല്ല, അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ചിലപ്പോൾ ഇനിയും ക്ലാസ്മേറ്റ്സുകൾ ഉണ്ടാകും. പഠിക്കുന്ന കാലത്ത് അവന്മാരെന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും കൊന്നിട്ടും ഉണ്ടാകും. എനിക്ക് മനസ്സിലായില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എടോ, നിക്ക് പോവല്ലേ, ഞങ്ങളും വരുന്നു. അല്ല കൊച്ചേ, നിനക്ക് ക്ലാസ്സിലൊന്നും പോവണ്ടേ? ഇല്ല മമ്മി, ഇന്നെന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നു മുതൽ മമ്മിയുടെ അന്നമ്മ ഇൻവെസ്റ്റിഗേറ്ററാ. ഇൻവെസ്റ്റിഗേറ്ററോ? ഞാൻ കരുതി ഇന്നലെ രാത്രി പപ്പയും മോളും തമാശ പറഞ്ഞതാണെന്ന്. തമാശയോ? മമ്മിക്ക് ഇത് തമാശയായിട്ടാ തോന്നുന്നേ? എങ്കിൽ കേട്ടോ, ഇത്രയും കോൺട്രവേഴ്ഷണൽ ആയിട്ടുള്ള കേസ് അന്വേഷിക്കുന്ന മീഡിയ പ്രവർത്തകയാണ് മമ്മി ഞാൻ. മീഡിയ പ്രവർത്തകയൊക്കെ നിന്റെ ആ യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ മതി. ഈ വീട്ടിൽ അതൊന്നും നടക്കുകയില്ല. ആ കേസിനെ കുറിച്ച് TV-യിൽ കാണുമ്പോൾ തന്നെ പേടിയാ. അത് അന്വേഷിക്കുന്ന നിന്റെ പപ്പയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ സമാധാനം പോയി. അതിൻ്റെ കൂടെ മോളും തുടങ്ങിക്കും. അതെ എൻ്റെ മമ്മി, ഇത് പിള്ളേരെ ABCD പഠിപ്പിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. ഇതിൻ്റെ ത്രില്ലൊന്ന് വേറെയാ. ഓഹോ, പപ്പയും മോൾക്കും എൻ്റെ വാക്കിനൊരു വിലയില്ല. ഇച്ചായ ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ, അമ്മയും മോളും രാവിലെ തന്നെ തുടങ്ങിയോ? എന്നതാ ഇന്നത്തെ പ്രശ്നം? നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ മനുഷ്യ ഇതൊക്കെ? ഏതൊക്കെ? നീ എന്നതാ പറയുന്ന ആലിസേ? എപ്പോൾ മുതലാ ഇവളെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തത്? ഇന്നലെ പപ്പയും മോളും തമാശ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. ഇതൊക്കെ അത്ര നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. ഇത് വേണോ ഇച്ചായ? അന്നമ്മയും മമ്മി പറയുന്നതിലും കാര്യമില്ലേ. ഇത് റിസ്ക് പിടിച്ച പണിയാ. അത് വേണോ? ചന്ദ്രികയോ അഴവിപ്പെൺകുടിയഴകിൻ പൂങ്കുടിയാരിജ് ആരിജ് ആരിജ്. ഓ, ഇവള് സമ്മതിക്കുവേല. എന്റെ പൊന്നാലിസേ, നീ എങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നമ്മുടെ മോളല്ലേടി. അവൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ നമ്മളല്ലേ അത് സാധിച്ചു കൊടുക്കണ്ടേ? ഏത് പപ്പയും മോളും കണക്കാ. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങളെ ഉപദേശിക്കുന്നതിൽ നല്ലത് ആ പിള്ളേർക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുത്താ അവരെങ്കിലും നന്നാവും. ഞാൻ പോവാ. നീ എന്നെ വിധവനാക്കുവോ? പറയാൻ പറ്റത്തില്ല. അതൊക്കെ പപ്പയുടെ അഭിനയം പോലെ ഇരിക്കും.
അല്ല, വരുൺ എന്താ ഇപ്പൊ ഇവിടെ? ഞാൻ വിളിച്ചില്ലല്ലോ. അതെന്റെ ചോദ്യാ പപ്പേ. ഞാൻ വിളിച്ചിട്ടാ വരുൺ ചേട്ടൻ വന്നത്. എനിക്ക് ഇന്ന് ഇൻവെസ്റ്റിഗേഷന് പോവണ്ടേ? ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. ഒരു വഴിക്ക് പോകുന്നതല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പപ്പേ. ചേട്ടാ ബൈ ഉമ്മ. ഹാ, പോയതുപോലെ അങ്ങ് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എൻ്റെ കർത്താവേ. ഇതൊരു സ്ത്രീയാകാനോ ആകാതിരിക്കാനോ സാധ്യതയുണ്ട്. ആന്റണിക്ക് എന്താ തോന്നുന്നത്? എനിക്കെന്നാ തോന്നാൻ? തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചാക്ക്. ഓ, ഇയാളെ ഇത് മനുഷ്യനായത്. അന്ന, നിനക്കെന്താ ഇതിനെപ്പറ്റി അഭിപ്രായം? എന്തു തോന്നുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കും വേണം ഒരു സിപ്പ്. ഒന്ന് തരാൻ പറയുമോ വരുൺ ചേട്ടാ? ഈ കുരുപ്പിനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വടക്കൻ്റെ അല്ലേ, ഇങ്ങനെ വരും. ആന്റണി, ബോഡി കിടന്ന പൊസിഷൻ എവിടെയായിരുന്നു? അന്ന, നീ അവിടെ എന്താ ചെയ്യുന്നേ? നോക്കു വരുൺ ചേട്ടാ, ഇവിടെ ഒരു മുടി. ഇവന്മാരൊക്കെ പിന്നെ എന്നാ തെളിവെടുപ്പുണ്ടാക്കിയെന്നാ? ഒരു മുടി കിടന്നിട്ട് പോലും കണ്ടില്ല. വരുണേട്ടാ, കൺട്രോൾ യുവർ സെൽഫ്. ഇതൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല. ഇതുടനെ ലാബിൽ അയച്ച് DNA റിപ്പോർട്ട് കളക്ട് ചെയ്യണം. ഉടനെ അയക്കാം. അന്ന, ടേക്ക് ദിസ്. ഓക്കെ. ഇനി സെക്കൻഡ് സ്പോട്ടിലേക്ക് പോവല്ലേ? അതൊക്കെ പിന്നെ. ഇവിടെ അടുത്തേതാ ബാറുള്ളത്? സർക്കാർ വാഹനം അനധികൃതമായി ഉപയോഗിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ആന്റണിക്ക് 2 എണ്ണം അടിക്കാൻ സർക്കാരിൻ്റെ ഔദാര്യം വേണ്ട. ആന്റണി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ വന്നേക്കാം, നിങ്ങളെ വിട്ടോ. ഇതിനൊക്കെ നിന്റെ പപ്പയെ പറഞ്ഞാൽ മതി. ഒരു കള്ളുകുടിയനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു DGPയും. വരുണേട്ടൻ എന്ന് ക്ഷമിക്ക്. ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നോക്കിക്കോ, ഈ കേസ് കഴിയുമ്പോൾ അന്തോണിച്ച് നന്നാകും. അല്ലെങ്കിൽ ഞാൻ നന്നാക്കും. ഈ ഏരിയയിലാണ് ഡോക്ടർ പീറ്ററിൻ്റെ ബോഡി കിടന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സാണ് ആദ്യം കണ്ടത്. അവരെവിടെ? ഡ്യൂട്ടിയിലുണ്ടോ? ഉണ്ട് സാർ. ഇതാണ് സിസ്റ്റർ നാൻസി. നിങ്ങളെപ്പോഴാണ് ബോഡി കണ്ടത്? രാവിലെ 4 മണിയായിട്ടുണ്ടാവും സാർ. അയാളെ അവസാനമായി എപ്പോഴാണ് കണ്ടത്? രാവിലെ 2 മണിക്കാണ് സാർ. ഞാൻ ബ്രേക്കിന് പോകുമ്പോഴാണ് ലാസ്റ്റ് കണ്ടത്. നൈറ്റ് ഓൺ കോൾ ഡ്യൂട്ടി നോക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അന്ന് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും നടന്നിരുന്നോ? ഐ മീൻ ഡോക്ടർ പീറ്ററിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം? ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ദിവസം ഡോക്ടർ ഫോണിൽ ആക്റ്റീവായിരുന്നു. ഇതിനു മുമ്പ് അയാൾ ഓൺ കോൾ ഡ്യൂട്ടി നിന്നിട്ടുണ്ടോ? നവീൻ ഡോക്ടർ ഓൺ കോളിൽ ഉണ്ടെങ്കിൽ നിൽക്കാറുണ്ടായിരുന്നു. അതെന്താ നവീൻ ഡോക്ടർ ഉള്ളപ്പോൾ? അറിയില്ല സാർ, ജൂനിയർ ഡോക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. യു ക്യാൻ ഗോ. പിന്നെ ആ നവീനോ അയാളെ ഇങ്ങോട്ട് വിളിക്കേ, എനിക്കൊന്ന് കാണണം. ഓക്കെ സാർ, വിളിക്കാം. ഡോക്ടർ നവീൻ ശങ്കർ, ഗൈനക്കോളജിസ്റ്റ്. കൊള്ളാം, കുറെ കഷ്ടപ്പെട്ടു അല്ലേ? എന്താ? അല്ല ഡോക്ടറെ, പഠിച്ച് ഈ നിലയിലെത്താൻ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ ഡോക്ടറെ? അപ്പൊ പറഞ്ഞു, താൻ എപ്പോഴാ പീറ്റർ ഡോക്ടറിനെ അവസാനമായി കണ്ടത്? സാർ പ്ലീസ്, ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങളുടെ ചോദ്യം കേട്ടാൽ ഞാൻ അയാളെ മനഃപൂർവ്വം കൊന്നതാണെന്ന് തോന്നുമല്ലോ. അതിനെ കൊന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ നവീനെ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളോട്, ഇതിൽ എനിക്കൊരു പങ്കുമില്ലാന്ന്. നിങ്ങളുടെ ചോദ്യം കേട്ടാൽ ഞാനാണ് പ്രതിയെന്ന് തോന്നും. എനിക്കിതിനെപ്പറ്റി ഇനിയും സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണ്ടേ ഡോക്ടറെ? എനിക്കിതിൽ കൂടുതൽ ഇനിയൊന്നും സംസാരിക്കാനില്ല. അന്ന് പറഞ്ഞത് തന്നെയാ എനിക്കിന്നും പറയാനുള്ളത്. എങ്കിൽ വേണ്ടടോ, എങ്കിൽ ഇനി ഒരു ചോദ്യം പറച്ചിലും വേണ്ട. കേസല്ല ഇവൻ്റെ തലയിലെടുത്ത് വെക്ക്. നമുക്ക് പണി കുറഞ്ഞു കിട്ടുമല്ലോ. എന്താ ഡോക്ടറെ, അപ്പോൾ അങ്ങനെ ചെയ്യുമല്ലേ? നോ, വേണ്ട. ഓവർ സ്മാർട്ട് വേണ്ട. ചോദിക്കുന്നതിന് മാത്രം ആൻസർ. ഓക്കെ? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? വേറൊന്നുമില്ല.
നിങ്ങൾ എപ്പോഴാണ് അയാളെ അവസാനമായി കണ്ടത്? 12 ആണ് സാർ. എനിക്കന്ന് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സിക്ക് റൂമിലായിരുന്നു. അയാൾ മരിച്ചത് താൻ എപ്പോഴാണ് അറിഞ്ഞത്? അതൊരു 4:30 ആയിട്ടുണ്ടാവും സാർ. അപ്പോൾ സിസ്റ്റർ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്തോണിച്ച, ഇത് നോക്കിക്കേ. കണക്കുകളൊക്കെ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ഡോക്ടറെ. 12 സിക്ക് റൂമിലായിരുന്ന താനെങ്ങനെയാ 1:50 ആയപ്പോഴേക്ക് OTയിലേക്ക് പോയത്? സാർ, ഞാൻ അവിടേക്ക് പോയിട്ടില്ല. 12 മണിക്ക് ശേഷം ഞാൻ സിക്ക് റൂമിലായിരുന്നു. അയാളെ കൊല്ലുന്ന സമയത്തൊന്നും ഞാൻ അവിടേക്ക് പോയിട്ടില്ല സാർ. അയാളുടെ മരണം കൊലപാതകമാണെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലല്ലോ ഡോക്ടറെ. പിന്നെ അയാളെ കൊന്നതാണെന്ന് തനിക്കെന്താ എത്ര ഉറപ്പ്? സാർ, എനിക്കറിയില്ല സാർ. ഞാൻ 12 മണിക്ക് ശേഷം എവിടേക്കും പോയിട്ടില്ല. പിന്നെ ഞങ്ങളാണോടോ കള്ളം പറയുന്നത്? ഈ CCTV ഫുട്ടേജിൽ താൻ 1:50 ആയപ്പോഴേക്കും OTയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളുണ്ട്. സാർ, എനിക്കറിയില്ല സാർ. എനിക്കുറപ്പാണ് അന്ന് സിക്ക് റൂം വിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല. ബ്രേക്ക് ടൈം പോലും എന്നെ അറിയിക്കുന്നത് സിസ്റ്ററായിരുന്നു. പ്ലീസ് സാർ, ഞാൻ കള്ളം പറയുന്നതല്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇപ്പം ഞങ്ങൾ പോവുക. അത് നീ പറയുന്ന കള്ളങ്ങൾ കേട്ട് വിശ്വസിച്ചിട്ടല്ല. വീണ്ടും ഒരു തവണ കൂടി നമ്മൾ കാണേണ്ടി വന്നാൽ, അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. ആന്റണി, ഇത്രയും നാൾ തെളിവെടുപ്പ് നടത്തിയിട്ട് ഇതിപ്പോൾ എവിടുന്ന് വന്നു? ഇത് മനഃപൂർവ്വം പോലീസിനെ പൊട്ടം കളിപ്പിക്കാൻ കൊണ്ടിടുന്ന പോലെയുണ്ട്. എനിവേ, ടേക്ക് ദിസ്. ഓക്കെ സാർ. എടാ, ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. ഇങ്ങനെ ഡെയിലി ഡ്യൂട്ടിക്കിടയിൽ മുങ്ങുന്ന ആരെങ്കിലും കണ്ടാ എൻ്റെ പണി പോകും. നിനക്ക് ആ വീട്ടിലിരുന്നിട്ട് സമയമാകുമ്പോൾ കോളേജിൽ പോയാൽ പോരെ? നിങ്ങൾ രണ്ടാളും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാവത്തില്ലേ? പിന്നെ ഞാൻ പെട്രോൾ അടിക്കണം, ആ വണ്ടി കുത്തി പൊക്കണം. ഇതാകുമ്പോ എന്റെ കയ്യിൽ നിന്ന് 5 പൈസയും പോകത്തില്ല. സർക്കാർ വണ്ടിയിൽ ഓസിലൊരു യാത്രയാകും. പിന്നെ എന്റെ സ്നേഹം കൊണ്ടല്ലേ വടക്ക എല്ലാ ദിവസവും മമ്മിയുടെ കൂടെ പോവാതെ വടക്കന്റെ കൂടെ വരുന്നത്. മതി നിന്റെ സുഖിപ്പിക്കല്. ഇനി നിന്നാലേ ബെല്ലടിക്കും. അതുകൊണ്ട് എൻ്റെ അന്നക്കൊച്ചു വിട്ടോ. പിന്നെ വൈകുന്നേരം മമ്മിയുടെ ഒപ്പം വന്നാൽ മതി. ഓക്കെ സാർ. ഓ, വന്നോ പുണ്യാളത്തി? അല്ല, നിന്റെ കേസിന്റെ കാര്യം എന്തായി? വടക്ക സമ്മതിച്ചോ? പിന്നില്ല. നീ എന്നെ പറ്റി എന്നാ വിചാരിച്ചേ? ഈ അന്നെ വിചാരിച്ചാ നടക്കാത്ത കാര്യമുണ്ടോ? സത്യമാണോ? നിന്റെ പപ്പ സമ്മതിച്ചോ? അതെ. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. അന്നാ വീഡിയോ എടുത്തു വെച്ചത് ഇപ്പൊ ഉപകാരമായില്ലേ? വെറുതെ തമാശക്ക് ചെയ്തതാ. പാവം പപ്പ മമ്മിയെ പേടിച്ചങ്ങ് സമ്മതിച്ചു. പിന്നെ ഋതു, കേസിനെ പറ്റി കുറെ പഠിക്കാനുണ്ട്. വലിയ കേസാണെന്നാ പപ്പ പറഞ്ഞത്. എടി, നീ സീരിയസ് ആണോ? പിന്നല്ലാതെ. ഇതാകുമ്പോ സബ്മിറ്റ് ചെയ്യാൻ ഒരു കേസും ആകും, വായി നോക്കാൻ ഒരു കാരണമാകും. അല്ല, ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും നടക്കുവോ? അത് മുമ്പത്തെ പോലെ പുണ്യാളം വേറെ കെട്ടിപ്പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുവോ? അല്ല, വർഷം കുറെയായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. നീ നോക്കിക്കോ, ഈ പ്രാവശ്യം എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ അന്നെ ശരിയാക്കും. എന്റെ പുണ്യാള, എല്ലാം നടന്നാ മതി. നീയൊന്ന് വന്നേ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, കുറെ പണിയുണ്ട്. അല്ല, ഇതൊക്കെ എന്നതാടി? കുറെ ഉണ്ടല്ലോ. ഈ ഫയൽസ് ഒക്കെ ഞാൻ പപ്പയുടെ ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ? അതെ. ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് സാറിനൊന്നും തോന്നരുത്. അറ്റ്ലീസ്റ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോഴെങ്കിലും ആന്റണിയോട് മദ്യപിക്കരുതെന്ന് സാറ് പറയണം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനല്ലേ, എനിക്കതത്ര സഹിക്കുന്നില്ല. താനത് മൈൻഡ് ചെയ്യണ്ടടോ. അയാൾ എന്തേലും കാണിക്കട്ടെ, ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ. താനത് വിട്ടുകള. അയാളുടെ കാര്യങ്ങളെല്ലാം തനിക്കും ഏകദേശം അറിയാവുന്നതല്ലേ. എന്തായാലും ഞാൻ അയാളോട് സംസാരിക്കാം. അല്ല, എന്തായി കേസ്? ഡോക്ടർ നവീനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ ഡോക്ടേഴ്സായിട്ട് ഈ നവീന് നല്ല ബന്ധമുണ്ട്. ഡോക്ടർ പീറ്ററിന്റെ ജൂനിയർ ആയിരുന്നു നവീൻ PGക്ക് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് എ ജൂനിയർ സീനിയർ കോംപ്ലക്സ്. അവർ തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് സീനിയർ ജൂനിയർ കോംപ്ലക്സിന്റെ പേരിൽ ഒരാളെ കൊല്ലുവോടോ? അറിയില്ല സാർ, പക്ഷേ ഈ മരിച്ച 2 വ്യക്തികളുമായിട്ട് ഡോക്ടർ നവീന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ പീറ്റർ മരിക്കുന്നതിന് മുൻപ് ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് നവീൻ പോയിട്ടുണ്ട്. പക്ഷേ
ഡോക്ടർ പീറ്ററിന്റെ ക്യാബിനിലേക്ക് പോയിട്ടില്ലാന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. എങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തൂടെ? കഴിയില്ല സാർ. കാരണം ചോദ്യം ചെയ്തിരുന്ന എല്ലാവരും പറയുന്നത് ഡോക്ടർ നവീൻ എന്ന സിക്ക് റൂമിൽ തന്നെയായിരുന്നു എന്നാണ്. ഒരു CCTV ഫുട്ടേജിന്റെ പേരിൽ അയാളെ സംശയിക്കാൻ ഒന്നുമില്ല സാർ. ഒരു സോളിഡ് എവിഡൻസ് അയാൾക്കെതിരെയില്ല. ദെൻ പീറ്റർ ഡോക്ടറിന്റെ ക്യാബിനിലും CCTV ഉണ്ട്. അതിലൊന്നും നവീൻ്റെ പ്രസൻസ് ഇല്ല. എന്തായാലും താനൊരു കൺക്ലൂഷനിൽ എത്തണ്ട. താനിത് ആൻ്റണിയോടും കൂടെ സംസാരിക്കും. നമുക്ക് നോക്കാം ഇതെവിടെ വരെ പോകുമെന്ന്. ഓക്കെ സാർ. ആ, ഇവിടെ നിർത്ത്. സാർ ഓഫീസിലേക്കില്ലേ? എൻ്റെ ഓഫീസല്ല, ഇവിടെയാ. ആയിക്കോട്ടെ, വലിയ ഉപകാരം. എന്റെ പുണ്യാളാ, ഇങ്ങനെ പോയാൽ ഞാനൊരു കള്ളുകുടിയന്റെ ഭാര്യ ആകേണ്ടി വരും. അന്ന, ഒരു കാര്യം പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. കാര്യം 10-25 വയസ്സായിട്ടുണ്ടെങ്കിലും നിനക്കതിൻ്റെ മെച്യൂരിറ്റി ആയിട്ടില്ല. അതെന്താ വരുൺ സാറേ അങ്ങനൊരു ടോക്ക്? ഞാൻ പറയുമ്പോൾ ഇത് നിനക്കൊരു ഉപദേശമായിട്ട് തോന്നും. എന്നാലും ഞാൻ പറയുക, ഈ കള്ളും കുടിച്ച് ഷോ ഓഫും കാണിച്ച് നടക്കുന്നവന്മാരുടെയൊക്കെ പെമ്പിള്ളാർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവന്മാരുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും. അതിപ്പോ ഇത്ര പഠിപ്പും വിവരമുള്ള നീ തന്നെ. അല്ല, വരുണേട്ടന് ഇതെങ്ങനെ മനസ്സിലായി? ഞാനും ഈ പ്രായമൊക്കെ കടന്നു വന്നതല്ലേ, എനിക്കിതൊക്കെ മനസ്സിലാവും. വരുണേട്ടൻ പറഞ്ഞത് ശരിയാ. അന്തോണിച്ചൻ മദ്യപിക്കും. അല്ല, കുറച്ചേറെ മദ്യപിക്കും. കുറച്ചു നാളല്ലേ ആയിട്ടുള്ളൂ വരുണേട്ടൻ അന്തോണിച്ചനെ കാണാൻ തുടങ്ങിയിട്ട്. ആളുടെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതു നേരവും കള്ളു കുടിച്ച് നടക്കുന്ന ആന്റണി, നാവിന് ഒരു ലൈസൻസും ഇല്ലാത്ത ആന്റണി, ആരോടും എന്തും പറയാൻ കഴിയുന്ന ആന്റണി, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു സൈക്കോ. പക്ഷേ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ കഴിയുമോ വരുണേട്ടന്? നോ, ഒരിക്കലും കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആന്റണി ഉണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ആന്റണി, എല്ലാവരെയും സ്നേഹിക്കുന്ന ആന്റണി. വരുണേട്ടനെ തെറ്റു പറയാൻ കഴിയില്ല. ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നതല്ലേ വരുണേട്ടനും കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ആരും നല്ലതൊന്നും അന്തോണിച്ചിനെ കുറിച്ച് വരുണേട്ടനോട് പറഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ ആരും ഇന്നേ വരെ അയാളുടെ ഉയർച്ച കണ്ടിട്ടില്ല, താഴ്ചയെ കണ്ടിട്ടുള്ളൂ. ആന്റണി എന്താണെന്ന് അറിയേണ്ട ആവശ്യം വരുണേട്ടന് വരില്ല. പക്ഷേ വരുണേട്ടന് പതിയെ മനസ്സിലാവും. ഹാ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിന്റെ റോൾ എന്താ ഇവിടെ? നീ എങ്ങനെ അയാളെ പരിചയപ്പെട്ടെ? നീ എന്നെ പണിയാ കാണിച്ചെന്നമ്മേ. ആ ജെറി വന്ന് പ്രപ്പോസ് ചെയ്തിട്ട് അവനോട് നോ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യണ്ടേ? എടി, അവൻ എൻ്റെ ടൈപ്പ് അല്ല. ഒന്നുമില്ലെങ്കിലും നാളെ അവനൊരു ഡോക്ടറാകും. അപ്പൊ അവൻ എന്നെ കിട്ടിയാലോ? ഞാനൊരു ഡോക്ടറിന്റെ ഭാര്യ. പക്ഷെ ഞാനൊരു പോലീസുകാരനെ കിട്ടിയാലോ? ഒരു SIയുടെ ഭാര്യ, അല്ലെങ്കിൽ ഒരു IPS ഓഫീസറിന്റെ ഭാര്യ. കേൾക്കുമ്പോ തന്നെ ഒരു സുഖം തോന്നുന്നു. ഓഹോ, അപ്പൊ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാ അല്ലേ? ഇപ്പൊ വരും നിന്റെ പോലീസുകാരൻ കെട്ടിക്കോണ്ടങ്ങ് പോവാൻ. അല്ലെങ്കിൽ ഇതാ ഫ്ലെക്സിലോട്ട് നോക്ക്, അതുപോലെ ഒരുത്തനെ കെട്ടേണ്ടി വരും. എന്തിനാ അതുപോലെ ഒരുത്തൻ? ഇയാളായാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കെട്ടും. ആ പേര് തന്നെ നോക്ക്, ആന്റണി ആന്റം. നാളെ അയാൾ എന്നെ കെട്ടിയ ഞാൻ മിസ്സിസ് ആന്റണി. എന്താ ഒരു പവർ! ആ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആ ആലീസിന്റെ മോളല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ. അതെ, ഞാൻ ആലീസിന്റെ മോള് തന്നെയാ. മമ്മി കഷ്ടപ്പെട്ട് പുറകെ നടന്ന് വളച്ചതാ എൻ്റെ പപ്പയെ. ഞാനും അതുപോലെ തന്നെ ഒരുത്തനെ വളച്ചെടുക്കും. ദേ ആ ഫ്ലെക്സിലിരിക്കുന്ന പോലെ ഒരുത്തനെ, അല്ലെങ്കിൽ അവനെ തന്നെ. എങ്കിൽ നീ അയാളെ സ്വപ്നം കണ്ട് പതിയെ നടന്നു പോയിക്കോ. എൻ്റെ വീടെത്തി, ഞാൻ പോവാ. ഓക്കെ, ബൈ. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ring ring. Morning bells are ring ring. Ding ding dong. Ding ding dong. ഓ, DGP ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ എന്നെ കൂട്ടാൻ വരാഞ്ഞേ? ഞാൻ കഷ്ടപ്പെട്ട് നടന്ന ഇവിടെ വന്നേ. ഒന്നെന്നെ കൂട്ടാൻ വരാൻ മേലായിരുന്നോ? താനൊക്കെ ഒരു തന്തയാണോടോ തന്തേ? എടി കൊച്ചെ, നീ എന്നെ പറയുന്നേ? അല്ലെങ്കിൽ ഒരു ബോധമില്ല. നീ ഇങ്ങ് വന്നേ. ആന്റണി, ഒന്നും വിചാരിക്കരുത്. ഇവള് പണ്ടേ ഇങ്ങനെ ഭയങ്കര തമാശക്കാരിയാ അല്ലേ ആലീസേ? അതെ അതെ മോനെ. ഇറ്റ്സ് ഓക്കെ സാർ, ചെറിയ കുട്ടിയല്ലേ.
നീ എന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേട്ടോ? അന്നമ്മേ, ഇത് പുതിയ എസ് ഐ ഇന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ. ആ, ആണല്ലേ? കർത്താവേ, SIO. ഹായ് സാർ, അന്ന. ഇപ്പൊ +2 പഠിക്കുക. സാറ് പറഞ്ഞിരുന്നു. എനിവേ, നൈസ് ടു മീറ്റ് യു അന്ന. എന്നിട്ട് അവൻ എന്നാ ഇച്ചായ പറയുന്നേ? എല്ലാം തീരുമാനിച്ചിട്ടാണോ? അത് നിനക്ക് അവനെ അറിയാൻ മേലാഞ്ഞിട്ട് ആലീസേ. അവനെന്തെങ്കിലും തീരുമാനിച്ചാ അത് ഉറപ്പിച്ചതാ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കുന്നെന്നേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ആ കൊച്ചിന്റെ ബന്ധുക്കളാരും സമ്മതിക്കുവല്ലാഞ്ഞിട്ടാ. ഇതിപ്പോ ആരെ അറിയിക്കാത്തൊരു രജിസ്റ്റർ മാരേജ്. മര്യാദയ്ക്ക് ആന്റണി ആ കൊച്ചിന്റെ ബന്ധുക്കളോട് കാര്യം പറഞ്ഞതല്ലേ. അവർക്കല്ലേ സമ്മതിക്കാൻ മേലാത്തത്. ഈ നൂറ്റാണ്ടിലും ജാതിയും മതവും നോക്കുന്ന കുറെ മനുഷ്യര്. സ്നേഹിച്ചവരല്ലേ കെട്ടേണ്ടത്. അവരെങ്കിലും ജീവിക്കട്ടെ. അല്ല, ആ കൊച്ചിന്റെ അപ്പനും അമ്മയും മരിച്ചു കിടന്നപ്പോ ഈ ബന്ധുക്കളാരെയും കണ്ടില്ലല്ലോ. അന്നൊന്നും കാണാത്ത ബന്ധുക്കൾ ഇപ്പൊ എവിടുന്ന് വന്നു? കൊച്ചിന്റെ അപ്പനും അമ്മയ്ക്കും നല്ല സ്വത്തുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ കാലശേഷം ആ സ്വത്തുക്കളെല്ലാം ഈ ഒറ്റമോൾക്കുള്ളതല്ലേ. അത് കണ്ടിട്ട് അല്ലാതെ പിന്നെ എന്നാ. പക്ഷെ അവൻ അതൊന്നും കണ്ടിട്ടല്ല ആലീസേ ആ കൊച്ചിനെ സ്നേഹിച്ചത്. അവൻ ആ കൊച്ചിനെ മതിയെന്നാ പറയുന്നേ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നടക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അവൻ അങ്ങ് പോവും. അവർക്ക് സെറ്റിൽഡ് ആവാൻ കുറച്ച് സമയമെങ്കിലും വേണ്ടേ. അതാ മാറി നിൽക്കുന്നേ. കാര്യങ്ങൾ നന്നായി നടന്നാ മതിയായിരുന്നു. തീരുമാനിച്ചുറപ്പിച്ചതല്ലേ, അതേ നടക്കൂ. എന്താ പപ്പേ, എന്തുറപ്പിക്കുന്ന കാര്യം പറയുന്നേ? ആരെ പറ്റിയാ പറയുന്നേ? അതൊന്നുമില്ല. ആന്റണിക്ക് 4 മാസം ട്രെയിനിങ് ഉണ്ട്. കുറച്ച് നാളത്തേക്ക് ഇവിടെ കാണത്തില്ല. അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. 4 മാസമോ? ഇതൊരു പണിയാണല്ലോ കർത്താവേ. ഇനി ഞാൻ എപ്പോ അന്തോണിച്ചിനോട് ഇഷ്ടമാണെന്ന് പറയും എന്റെ കർത്താവേ? അന്നക്കൊച്ചെ, ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പപ്പയ്ക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. മമ്മി ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് മോൾ ആര് വന്നാലും വിൻഡോയിൽ കൂടി നോക്കിയിട്ട് ഡോർ തുറക്കാവുള്ളൂ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ മോളെ പപ്പ കൊണ്ടുപോയേനെ. CM ആയിട്ടുള്ളൊരു മീറ്റിംഗാ. ഇതിപ്പോ മോളെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുവേല. അല്ലെങ്കിൽ പപ്പ കൊണ്ടുപോയേനെ. അത് കുഴപ്പമില്ല പപ്പേ, ഞാനെല്ലാം നോക്കിക്കോളാം. പിന്നെ പപ്പേ, അന്തോണിച്ചൻ എപ്പോഴാ പോകുന്നേ? ഇന്ന് തന്നെ പോവും. എന്തായാലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ പപ്പേ, ശരി. ഋതു, ഞാനിനി എന്ത് ചെയ്യൂടി? എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന മട്ട. എന്നാ അന്നമ്മേ, എന്നാ കാര്യം? അന്തോണിച്ചൻ പോവാടി. എവിടെ? അന്തോണിച്ചൻ 4 മാസത്തെ ട്രെയിനിങ്ങിന് പോവാ. ഞാനിനി അയാളെ എപ്പോൾ പ്രപ്പോസ് ചെയ്യും? ഇന്നൊരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോവുമെന്നാ പപ്പ പറയുന്ന കേട്ടെ. ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് പോലും അറിയാൻ മേല. 4 മാസമോ? അപ്പോഴേക്കും നമ്മുടെ എക്സാം ആകും. പിന്നെ സ്പെഷ്യൽ ക്ലാസ്, പ്രാക്ടിക്കല്. പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. അതിനു മുമ്പ് നീ ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാറിതു. എന്നാ കാര്യം? അന്നമ്മേ, നീ പണിയൊന്നും ഒപ്പിച്ച് വെക്കരുത്. ഇപ്പൊ സമയം 8:55. പപ്പയുടെ മീറ്റിംഗ് 9 മണിക്ക്. ആന്റണി, തനിക്ക് പോവേണ്ടതല്ലേ. താൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല സാർ, ഞാനിത് കഴിഞ്ഞിട്ട് പോയിക്കോളാം. സാരമില്ല ആന്റണി, താൻ പോയിക്കോ. ഇവിടെ ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടായാൽ ഞാൻ അറിയിക്കാം. എങ്കിൽ ഞാൻ വെളിയിലിരുന്നോളാം. ലക്ഷ്മി ഇപ്പം വീട്ടിലില്ല. അയാൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അത്രയും സമയം ഞാൻ ബോറടിക്കും. ഓൾ റൈറ്റ്, എങ്കിൽ താൻ വെളിയിലിരുന്നോളൂ. പിന്നെ എൻ്റെ ഈ ഫോണൊന്ന് താൻ നോക്കിക്കോണേ. അന്ന വീട്ടിൽ ഒറ്റയ്ക്കാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും. മീറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. താനിതൊന്ന് നോക്കിക്കോണേ. ഷുവർ സാർ, ഞാൻ നോക്കിക്കോളാം.
ഞാനിവിടെ വീണു പപ്പേ. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല പപ്പേ. ഒന്നിങ്ങോട്ട് വരുവോ? അയ്യോ അന്ന, എന്തു പറ്റി? സാറ് മീറ്റിങ്ങിലാണ്, ഉടനെ വരാൻ കഴിയില്ല. എന്താ പറ്റിയത്? യെസ്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ പുണ്യാള. അയ്യോ അന്തോണിച്ച, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണതാ. പപ്പയോട് ഒന്ന് പറയുമോ ഇങ്ങോട്ട് വരാൻ? ഞാനിവിടെ വീണ് കിടക്കുക. കാലൊടിഞ്ഞെന്നാ തോന്നുന്നേ. അയ്യോ സാറിപ്പോൾ മീറ്റിങ്ങിലാ. ഡോണ്ട് വറി, താൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വരാം. ശരി അന്തോണിച്ച. വരുന്നുണ്ട്. ഇതും കൂടി സക്സസ് ആയ ഒരു കൂടി മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാം എൻ്റെ പുണ്യാളാ. അന്ന, എന്തു പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാണിച്ച് നോക്കട്ടെ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അന്തോണിച്ച ശരിക്കും ഡോക്ടർ ആവേണ്ടതായിരുന്നു. നോക്ക്, തൊട്ടപ്പോഴേ എൻ്റെ വേദന മാറി. ടെൻഷൻ ആവണ്ട സാറേ, ഇവിടെ ഇരിക്കേ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനല്ലേ ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കി ഞാൻ വിളിച്ചു വരുത്തിയത്. അന്ന, നീ ഇത് കളിക്കുവാണോ? ഇങ്ങനെ ചൂടാവല്ലേ അന്തോണിച്ച, ഞാനൊന്ന് പറയുന്ന കേൾക്ക്. ഞാൻ ശരിക്കും വീണിട്ടൊന്നുമില്ല. എൻ്റെ കാലിനൊരു കുഴപ്പമില്ല. എനിക്ക് അന്തോണിച്ചനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് സംസാരിക്കാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അന്തോണിച്ചനെ ഒരുപാട് ഇഷ്ടമാണ്. എത്ര നാളായെന്നറിയോ ഇതൊന്ന് പറയാൻ നോക്കിയിരിക്കുന്നു. ഇപ്പോഴാ എല്ലാം ഒത്തു വന്നത്. വാട്ട്? എന്താ, നിനക്ക് ഭ്രാന്താണോ? നീ എന്താ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? ഉണ്ട്, നല്ല ബോധമുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. സീരിയസ് ആയിട്ടും എനിക്ക് അന്തോണിച്ചനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അന്ന, സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിന്റെ കോമഡി പീസ് ആവാൻ സമയമില്ല. ഇനി ഇതുപോലുള്ള നമ്പറായിട്ട് വന്നാൽ ഞാൻ സാറിനോട് പറയും. ദെൻ ഇപ്പൊ പറഞ്ഞതെല്ലാം ഇവിടെ കഴിഞ്ഞു. നീ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. എന്നെ വിട്ട് പോവല്ലേ അന്തോണിച്ച. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായേ? പിന്നെ എന്നെ ഉണ്ടാവാൻ, അയാള് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഒരിക്കലും ഞാൻ അന്തോണിച്ചൻ്റെ മുന്നിൽ പോലും ചെന്ന് പെട്ടിട്ടില്ല. മനഃപൂർവ്വം ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന പപ്പയോടും മമ്മിയോടും ഇതും ഞാൻ പറഞ്ഞു. പിന്നെ പതിയെ പതിയെ ഞാനതെല്ലാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. പിന്നെ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോയി. പപ്പയും മമ്മി വിളിക്കുമ്പോൾ അന്തോണിച്ചൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. മനഃപൂർവ്വം ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ ഞങ്ങളുടെ കോൺവെർസേഷനിൽ അന്തോണിച്ചിനെ പറ്റി പറയാറേ ഇല്ലായിരുന്നു. പിന്നിടയ്ക്ക് എപ്പോഴോ ഞാൻ അറിഞ്ഞു അയാളുടെ ഭാര്യ മരിച്ചെന്നും ജോലി റിസൈൻ ചെയ്തെന്നും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നിപ്പോഴാ ഞാൻ അന്തോണിച്ചനെ കാണുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതേ എനിക്കും അറിയുള്ളൂ. നിനക്ക് അയാളെ ഇപ്പോഴും ഇഷ്ടമാണോ? ആദ്യമൊക്കെ ഞാനും തമാശയാണെന്നാണ് കരുതിയത്, ആ പ്രായത്തിൻ്റെ ഇൻഫാക്ച്വേഷൻ. പിന്നെ എനിക്ക് മനസ്സിലായി അത് എത്രത്തോളം എന്നെ ബാധിച്ചിരുന്നു എന്ന്. എത്രയ്ക്ക് സീരിയസ് ആകുമെന്ന് ഞാൻ ഓർത്തില്ല. ഇത്രയായിട്ടും എനിക്ക് അയാളെ മറക്കാനോ വെറുക്കാനോ ഒന്നും കഴിയുന്നില്ല വരണേട്ടാ. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. ഡേവിഡ് സാർ ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, ഞെട്ടും. പിന്നെ ഈ കാര്യത്തിൽ പട്ടിയെ പോലെ കിടന്ന് കരഞ്ഞപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തു തന്നത് നിങ്ങളുടെ DGP-യാ. ഹലോ, ഓ പേടിച്ചില്ലെങ്കിലും ഒന്ന് അഭിനയിക്കുമെങ്കിലും ചെയ്തൂടെ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരല്ലേ. എന്നെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യാൻ തോന്നിച്ചാ. ഞാൻ നിന്നെ പോലെ അസൈൻമെന്റ് എഴുതാൻ വന്നതല്ല, എനിക്ക് വേറെ പണിയുണ്ട്. അതിനിപ്പോ ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ തമാശയ്ക്ക് തുള്ളാൻ കുറെ അവന്മാര് കാണും, അതിൽ ആന്റണിയെ പെടുത്തണ്ട. എന്നാ ജാടയാ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് സംസാരിച്ചൂടെ? ഇനി അയാൾ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നവരെ ഞാൻ ഇനി ഒന്നും മിണ്ടത്തില്ല. അന്നാമ്മേ, ഇത് നിന്റെ അഭിമാന പ്രശ്നമാണ്, തോറ്റു കൊടുക്കാൻ പാടില്ല.
കർത്താവേ, ഒരനക്കവും ഇല്ലല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് മിണ്ടേണ്ടി വരുമോ? അന്ന, ഹോ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കാണ്ട് ചത്തുപോയനും കർത്താവേ. എന്താ അന്തോണിച്ച? ഏതായാലും വെറുതെ നിൽക്കുമല്ലേ, ആ കബോർഡിൽ ഒരു വൈറ്റ് ഫയൽ ഉണ്ട്, അതിങ്ങെടുക്ക്. ഓ, ഇതിനായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വേണം, അല്ലാത്തപ്പോൾ എന്നെ വേണ്ട. കർത്താവേ, ഇത് കിട്ടുന്നില്ലല്ലോ. ഈ ഹൈറ്റ് ഇല്ലാത്ത എന്നോട് തന്നെ പറഞ്ഞല്ലോ അയാള്. സർ, മേ ഐ കം ഇൻ? ഓ സോറി, ഞാൻ പിന്നെ വരാം. വരുൺ, ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റോങ്. താൻ കയറുക. ആ, ഓക്കെ സർ. വരാൻ കണ്ട സമയം, അല്ലെങ്കിൽ ഇയാൾക്കൊരു ടൈമിംഗ് ഇല്ല. അതിന് ഞാനിപ്പോൾ എന്നാ ചെയ്ത്? എന്താ വരുൺ, എന്താ കാര്യം? സർ, FIR റെഡി ആയിട്ടുണ്ട്. ഗിവ് മീ ദാറ്റ്. ഓക്കെ. അന്ന് രാത്രി ഡോക്ടർ പീറ്റർ ലാസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തത് 3 പേരെയാണ്. 2 പേര് അയാളുടെ പേഷ്യൻസ് ആണ്. പിന്നെ പോയിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ കോളാണ്. അത് വേറെ ആരുമല്ല, അത് ഹോസ്പിറ്റൽ ഓണർ ജയറാമാണ്. അയാളെ ചോദ്യം ചെയ്തില്ലേ? അഗസ്റ്റിൻ സാർ റിട്ടയർ ആകും മുൻപ് ഒരു വട്ടം വീഡിയോ കോളിൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അയാൾ 2 മാസമായിട്ട് US-ലാണ്, ഒരു ബിസിനസ് ട്രിപ്പ്. വരുമ്പോൾ സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻ്റണി, എനിക്കൊരു സജഷൻ ഉണ്ട്. ഇങ്ങനെ പോയാൽ കേസ് എവിടെ എത്തില്ല. സോ ക്യാൻ വി സ്പ്ലിറ്റ്? ഹൗ? ഈ 2 മരണത്തിലും സംശയങ്ങൾ എത്തി നിൽക്കുന്നത് ഒരാളിലാണ്, ഡോക്ടർ നവീൻ. മരിച്ച 2 വ്യക്തികളായിട്ടും ഡോക്ടർ നവീന് പേഴ്സണലായിട്ടും അല്ലാതെയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അയാൾക്കെതിരെ ഒരു സോളിഡ് എവിഡൻസ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. സോ ഐ വാണ്ട് ടു ഫോളോ ഹിം. ഈ കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടാതിരിക്കില്ലല്ലോ. ഗുഡ് ഐഡിയ. ഗോ ഫോർവേഡ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ആൻ്റണി. അപ്പൊ ഞാനോ? നീ ആൻ്റണി അസിസ്റ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ആൻ്റണി, സീ യു ലേറ്റർ. അന്തോണിച്ച, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. താങ്ക് യു സോ മച്ച് വരണേട്ടാ, നിങ്ങൾ മുത്താണ്. ഞാൻ എത്ര വട്ടം നോക്കിയിട്ട് നടക്കാത്ത കാര്യമാ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു തന്നത്. താങ്ക് യു സോ മച്ച് വരണേട്ടാ. താങ്ക് യു ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ അയാൾക്കിട്ടൊരു പണി കരുതി വെച്ചതാ, അതങ്ങ് സാധിച്ചു. നീ അയാളെ വളച്ചങ്ങ് കിട്ട്. ഇതിൽ കൂടുതൽ പണിയൊന്നും അയാൾക്ക് കിട്ടാനില്ല. ഇതൊരു കൊലപാതകമാണോ അതോ ഒരു സൂയിസൈഡോ? പക്ഷേ എന്തിനു വേണ്ടി? ഇതൊരു കൊലപാതകമാണെങ്കിൽ ആരായിരിക്കും ചെയ്തത്? അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ആണെങ്കിൽ എന്തായിരിക്കും കാരണം? ഇന്ദിര ഗ്രൂപ്പ്സ്. ഹലോ, വരുണാണ് സംസാരിക്കുന്നത്. ഇന്ദിര ഗ്രൂപ്പ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അയക്കണം. അതെ ഋതു, അപ്പൊ ആലീസിന്റെ ഫേസ് ഒന്ന് കാണണമായിരുന്നു. ഞാനും പപ്പയും ചിരിച്ചൊരു വഴിയായി. പിന്നെ ഋതു, നമ്മുടെ സൂപ്പർ സീനിയർ ഇല്ലേ സിദ്ധാർത്ഥ്, നമ്മുടെ ജെനി പുറകെ നടന്ന ചേട്ടൻ. ആ ചേട്ടൻ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു. കുട്ടിക്ക് റിലേഷൻ ഉണ്ടോ, കമ്മിറ്റഡ് ആണോ, പ്രേമിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. എന്നെ ഒലിപ്പിക്കലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ കോളേജ് ഡേക്ക് അന്ന് അയാളുടെ ബോഡി ഷോ? എന്നാ ബോഡിയാ! പുള്ളിയുടെ മസിൽ കണ്ട് പെമ്പിള്ളാരൊക്കെ നോക്കി നിന്നു പോയി. ഈ ഞാനും. എന്തൊരു ഹാൻസമാ! എന്നാ പറ്റി അന്തോണിച്ച?
എന്നാ വണ്ടി നിർത്തിയത്? ഇതൊന്നും ഇവിടെ നടക്കില്ല. എന്ത്? ആ, ഇത്രയും സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. ഓ, അതായിരുന്നോ? ഋതു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ. ആ ഫ്ലോ എങ്ങ് പോയി. ഇനിയിപ്പോൾ ഇയാൾ മിണ്ടത്തില്ലല്ലോ. ബോറടിച്ച് ഇങ്ങനെ ഒരു ദിവസം പോയെന്ന് കരുതിയാൽ മതി. അവനേതാ? ആര്? മറ്റേ ഫോണിൽ സംസാരിച്ചില്ലേ, ഒരു ബോഡി ഷോ. ഓ, അതോ? എൻ്റെ അന്തോണിച്ച, ഒന്നും പറയണ്ട. അയാൾ ഞങ്ങളുടെ സൂപ്പർ സീനിയറാ. എന്നാ സുന്ദരനാണെന്നറിയാവോ? കോളേജിലെ പെമ്പിള്ളാരെല്ലാം ആളുടെ പുറകെയാ. എന്നാ മസിലാണെന്നോ, ഹൾക്കിന്റെ ബോഡിയാ. ഓ, അതൊക്കെ പ്രോട്ടീൻ പൗഡറാ. അത് മാത്രമല്ല അന്തോണിച്ച, അയാളുടെ ചെസ്റ്റിലൊരു ടാറ്റു ഉണ്ട്. ഈ ടാറ്റു അടിക്കുന്നവന്മാരെല്ലാം പ്ലേ ബോയ്സ് ആയിരിക്കും. ആണല്ലേ? വെറുതെ അല്ല എനിക്ക് മെസ്സേജ് അയച്ചത്. ഇനി ആ തെണ്ടി വരട്ടെ, എൻ്റെ പട്ടി കൊടുക്കും അവന് റിപ്ലൈ. പിന്നുണ്ടല്ലോ അന്തോണിച്ച, സാർ, ആ DNA റിപ്പോർട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഐ ആം ഓൺ ദ വേ. ആ, നിങ്ങൾ വന്നോ? ഞാൻ എത്ര വട്ടം കോൾ ചെയ്തു, എന്താ ഫോൺ എടുക്കാഞ്ഞേ? അത് ഡ്രൈവിങ്ങിലായിരുന്നു, അതാ കോൾ എടുക്കാഞ്ഞ്. സാർ, DNA ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്. ആൻ്റണി, ഞാൻ ഓൾറെഡി ഇത് നോക്കിയതാ. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പീറ്റർ മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹെയർ സ്ട്രാൻഡ്സ് 25% മാച്ചായ DNA തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ വിശ്വം മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹെയർ സ്ട്രാൻഡ്സ് 60% മാച്ചാവുന്ന DNA പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ, താൻ തന്നെ അത് കണ്ടുപിടിച്ചാൽ മതി. ഏതായാലും താൻ ലീവല്ലേ, അതൊക്കെ കഴിഞ്ഞ് വന്ന് പതിയെ കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. നാളെ മുതൽ നിങ്ങൾ സൈബറിൽ നിന്ന് കിട്ടാനുള്ള ബാക്കി ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്യണം. ആ, താൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം എൻ്റെ ടേബിളിൽ വെച്ചേക്ക്. ഓക്കെ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ എൻ്റെ കർത്താവേ. ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. അതെങ്ങനെ? മിക്കവാറും എണീറ്റ് കാണത്തില്ല. ഇതുപോലൊരു വഷളൻ. யாரு மேடம்? என்ன வேணும்? ആന്റണി സാറില്ലേ? இருக்கு மேடம். இல்லை, நீங்க யாரு மேடம்? അത് ഞാൻ സാറിന് വേണ്ടപ്പെട്ട ഒരാളാ. അല്ല, നിങ്ങളാരാ? അതാദ്യം പറ. நான் வந்து அவருக்கு பர்சனல் அசிஸ்டன்ட் முனியாண்டி. ആ, എങ്കിൽ ഇങ്ക പാറു മുനിയാണ്ടി. ഞാൻ അവർക്ക് വരുംകാല മനേവി. நிஜமாவா? சார் சொன்னவே இல்லையே. നിങ്ങളുടെ സാർ வந்து എല്ലാം വളരെ സീക്രട്ടാ വச்சிருக்கே. இப்ப சொல்லு சார் எங்க இருக்கே? சார் மேலே ரூமில் இருக்கு மேடம். மேடம், நீங்க ரொம்ப அழகான பொண்ணு. நீங்களும் சாரும் மேட்சிங் தான் இருக்கே. ഷോ, ഒന്ന് പോ മുനിയാണ്ടി. താൻ മുനിയാണ്ടി അല്ല, മുത്തുപാണ്ടിയ. ആ, ഇത് വെച്ചു എന്റെ സന്തോഷത്തിന്. அப்பப்பா, ரொம்ப தங்கமான பொண்ணு. അപ്പൊ പോട്ടെ മുത്തുപാണ്ടി. എന്റെ കർത്താവേ, ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ഓ, ചിലപ്പോ കുളിക്കുമായിരിക്കും. അയ്യോ, ഒരുപാട് ബുക്കുണ്ടല്ലോ. എൻ്റെ അമ്മേ, ഇംഗ്ലീഷ്. വെറുതെ അല്ല, ഇതൊക്കെയാ വായിക്കുന്നത്.
പിന്നെ എങ്ങനെ ഇങ്ങേർക്ക് റൊമാൻസ് വരാനാ? എൻ്റെ കർത്താവേ, ഈ കോലം കണ്ടിട്ടാണല്ലോ ഞാൻ വീണത്. അന്നൊക്കെ എന്ത് പാവമായിരുന്നു, ഇപ്പതേ വെട്ടുപോത്തിനെ പോലെ. അന്തോണിച്ചൻ ഇപ്പൊ എവിടെ നിന്ന് വന്നു? വാഷ്റൂമിൽ നിന്ന്. അതിന് വാഷ്റൂം അവിടെ ഫ്രണ്ടിലല്ലേ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അന്തോണിച്ചനെ. ഇങ്ങനെ പകൽ സ്വപ്നം കണ്ടു നിന്നാ എങ്ങനെ കാണും? ഇങ്ങേർക്ക് എങ്ങനെ മനസ്സിലായി പുണ്യാള ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുമായിരുന്നെന്ന്? ശേ, നാണം കിട്ടും. നീ എന്താ ഇവിടെ? അത് പിന്നെ മുനിയാണ്ടി. അയാളെന്താ പറഞ്ഞേ? അയാളാ പറഞ്ഞേ അന്തോണിച്ചൻ റൂമിലുണ്ടെന്ന്. ഞാൻ വന്നപ്പോ നീ എന്താ നോക്കിക്കൊണ്ട് വന്നത്? അത് വേറൊന്നുമില്ല, ഞാൻ ഈ ഫോട്ടോസൊക്കെ നോക്കുമായിരുന്നു. ആ, ഇതൊക്കെ എന്റെ ട്രെയിനിങ് ടൈമിലുള്ള ഫോട്ടോസാ. അയ്യോ, അന്തോണിച്ചനെ കാണാൻ എന്ത് ക്യൂട്ടാ. ആ ആ മതി മതി, നീ പൊയ്ക്കേ, ഞാൻ വരാം. എന്നെ അന്തോണിച്ച എന്നെ പറഞ്ഞു വിടുന്നേ, ഞാൻ പോവൂല. ആ, അത് നീ താഴേക്ക് വയ്ക്കൂ. അയാളോട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ പറ. ശരി. ആ, പിന്നുണ്ടല്ലോ അന്തോണിച്ച, മുനിയാണ്ടി ഒരു കാര്യം പറഞ്ഞു. എന്ത്? ഞാനും നിങ്ങളും മാച്ചിങ് ആണെന്ന്. ചീ, ഇറങ്ങിപ്പോടി. ഈ മനുഷ്യൻ സമ്മതിക്കത്തില്ല. തനിക്ക് എന്തിനാണോ അത്യാവശ്യമായിട്ട് ഇപ്പൊ ലീവ്? സാർ, എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്. അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണം. എടോ, താൻ എന്താടോ പറയുന്നേ? തനിക്കറിയാലോ കേസ് എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ലീവ് എടുത്ത് എങ്ങനെ ശരിയാകും? സാർ, എനിക്ക് പോയേ പറ്റൂ. അത്രയ്ക്കും അത്യാവശ്യമാണ്. പിന്നെ ഞാൻ പോയാൽ മാത്രമേ ഈ കേസ് ശരിയാകൂ. എന്താടോ താൻ ഇങ്ങനൊക്കെ പറയുന്നേ? ഇനി താനെങ്ങാനും ആണോ? അല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. സാർ, എന്താ പറയുന്നേ? ഞാനോ? എൻ്റെ പൊന്നു വരണേ, ഞാനൊരു തമാശ പറഞ്ഞതാ. പോലീസായി പോയില്ലേടോ. മുന്നിൽ കാണുന്ന എല്ലാവരെയും സംശയിക്കേണ്ടി വരും, സ്വന്തം നിഴലിനെ പോലും. ഹാ, എന്തായാലും ഈ ലീവ് ഞാൻ അപ്രൂവ് ആക്കിയിട്ടുണ്ട്. ഈ കേസ് കഴിയുന്നത് വരെ വേറൊരു ലീവും ചോദിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു. സാർ, ആ ഹോസ്പിറ്റൽ ഓണർ ജയറാമിൻ്റെ PA കുറച്ചു മുൻപ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ഈവനിങ് ഫ്ലൈറ്റിന് അയാൾ നാട്ടിലെത്തും. ആ, ശരി, ഞാനത് മാനേജ് ചെയ്തോളാം. ഓക്കെ സാർ. അപ്പോൾ അയാൾ എത്തിയല്ലേ? രാത്രി മൊത്തം പാർട്ടിയും കഴിഞ്ഞ് പാതിരാത്രിക്ക് വന്ന് വീട്ടിൽ കയറും, എന്നിട്ട് രാവിലെ എണീക്കത്തില്ല. അണ്ണേ, എണീറ്റേ, സമയം എത്രയെന്ന് ബോധമുണ്ടോ? ഇനി എണീറ്റില്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കും ഞാൻ. എണീക്കു വച്ചേ. ഓ, ഈ മമ്മി സമ്മതിക്കില്ല. വരുന്നു മമ്മി. നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അന്നക്കൊച്ചെ, മനുഷ്യൻ ഇവിടെ ഫുഡ് കഴിക്കുന്നിടത്ത് വന്ന് ബ്രഷ് ചെയ്യരുതെന്ന്. എന്തോന്നാ? ഒന്ന് പോണ പപ്പേ.
വാട്ട്? താൻ താൻ എന്താണ് പറയുന്നേ? എന്നാ ഇച്ചായ, എന്നാ കാര്യം? കൊലപാതകം തുടർക്കഥയോ? ഡോക്ടർ വിശ്വത്തിന്റെയും ഡോക്ടർ പീറ്ററുടെയും കൊലപാതകിയെ കണ്ടെത്തും മുൻപ് തന്നെ ഇരുവരും ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റൽ ഉടമയായ ഡോക്ടർ ജയറാം കൊല്ലപ്പെട്ടു. ബിസിനസ് ആവശ്യങ്ങൾക്ക് ശേഷം സിംഗപ്പൂരിൽ നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഡോക്ടർ ജയറാം നാട്ടിലെത്തിയത്. രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരൻ മൃതദേഹം കാണുകയും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകാം. പപ്പേ, ഇതിന്നലെ ഞാൻ ലേറ്റ് ആയപ്പോ പപ്പ എന്നെ കൂട്ടാൻ വന്ന സ്ഥലമല്ലേ? അതെ, ആ സ്ഥലം തന്നെ. നിങ്ങൾ നിന്നിരുന്ന ഷോപ്പിന്റെ ഓപ്പോസിറ്റാ അയാളുടെ വീട്. പപ്പേ, ഞാൻ ഇന്നലെ ആ ഡോക്ടർ നവീൻ അയാളുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു. എന്താ, ഡോക്ടർ നവീനോ? അതെ പപ്പേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നേരത്തെ പോണോന്ന്. ലേറ്റ് ആയ മമ്മി എന്നെ വഴക്ക് പറയും. അപ്പൊ നിനക്കല്ലേ DJ തുള്ളണമെന്ന് നിർബന്ധം. അതിനെന്താടി, ആന്റിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞില്ലേ? പിന്നെ പപ്പ ഇപ്പൊ എത്തും. ഋതു, ആ പോകുന്നത് നന്ദോണിച്ചന്റെ കാറല്ലേ? ആ ജംഗ്ഷനിൽ ഒരു ബാറുണ്ട്, അങ്ങോട്ട് പോകുമായിരിക്കും. അതാ ഡോക്ടർ അല്ലേ? അയാൾ എന്താ ഇവിടെ? എന്റെ പൊന്നണ്ണ കൊച്ചെ, ഇത് അയാളുടെ വീടായിരിക്കും. പോലീസിന്റെ കൂടെ നടന്ന് നിനക്കും ആ സ്വഭാവമായോ? കാണുന്നവരെല്ലാം സംശയം. ഇനിയിപ്പോ നാളെ നീ എന്നെ സംശയിക്കുവോ? സംശയിക്കേണ്ടി വരും. നിനക്ക് ഒരു കള്ള ലക്ഷണമുണ്ട്. ഒന്ന് പോടി, അത് ജന്മന ഉള്ളതാ. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? അയാളെ സസ്പെക്ട് ചെയ്യുന്ന കാര്യം നിനക്കും അറിയാവുന്നതല്ലേ? പപ്പ, ഞാൻ കരുതി അത് അയാളുടെ വീടായിരിക്കുമെന്ന്. പിന്നെ പപ്പയോട് പറയാൻ മറന്നുപോയി. ഡാം ഇറ്റ്. വരുൺ, താൻ ഉടൻ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. ആ ആന്റണിയെ കൂടി വിളിച്ചോ. എത്രയും പെട്ടെന്ന് നവീനെ കസ്റ്റഡിയിൽ എടുക്കണം. എന്താണോ ഈ നടക്കുന്നത്? നിങ്ങളൊക്കെ പിന്നെ എന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇയാൾ നാട്ടിലെത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇയാളപ്പോൾ നാട്ടിലെത്തി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അത് സാർ, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ കരുതി ആന്റണി അറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. എനിക്ക് നിങ്ങൾക്കിടയിൽ ഈഗോ കേൾക്കണ്ട. വിതിൻ 24 hours ഇതിനൊരു തീരുമാനമാകാതെ ഓഫീസിലേക്ക് വരണ്ട. എന്നാ ഇത് ഇവിടുന്ന് കിട്ടിയ ഹെയർ സ്റ്റാൻസാ. എല്ലാം താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇതും കൂടി ഉണ്ടാക്കിക്കൂ. ആന്റണി, നീ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ കരുതി നീ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. നീ ഇപ്പോഴാണോ വരുന്നത്? നിന്റെ പപ്പയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടതെല്ലാം കേട്ടു. എല്ലാം ഞാൻ കണ്ടു. ഞാനും കൂടി വന്നിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ഇത് കഴിയത്തില്ലായിരുന്നു. അന്ന, ഇത് നിന്റെ ഭാഗത്താ തെറ്റ്. ആ സമയത്ത് അവനെ കൺമുൻപിൽ കണ്ടിട്ടും നിനക്കൊന്ന് പറയായിരുന്നു. എന്റെ പൊന്നു വരണേട്ടാ, ഇപ്പൊ തന്നെ ഇതിന്റെ പേരിൽ ആരും എന്നോട് മിണ്ടുന്നില്ല. ഇനി നിങ്ങളും കൂടി തുടങ്ങാതെ. ഇന്നു മുതലെല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരു പാളിച്ചയും ഇനി ഉണ്ടാകാൻ പാടില്ല. എന്തായാലും താനാ കിട്ടിയ ഹെയർ സ്റ്റാൻസ് ലാബിൽ കൊടുത്തേക്ക്. പിന്നെ ആ ഫോറൻസിക്കിൻ്റെ കാര്യം ബാക്കിയെല്ലാം ഞാൻ നോക്കാം. ഓക്കെ. ആന്റണി, നിന്റെ കൈക്ക് എന്താ പറ്റിയത്? അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോറിലൊരു ആണി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാനിത് കണ്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ ഡോക്ടറെ, നമ്മൾ ഒരു തവണ കൂടി കാണേണ്ടി വരരുതെന്ന്. ഈ പ്രാവശ്യവും ഡോക്ടർ സിക്ക് റൂമിൽ തന്നെയായിരുന്നോ? സാർ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടണം. മോനെ, മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? സാർ പ്ലീസ്, ഇനി എന്നെ തല്ലല്ലേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. കഴിഞ്ഞ ക്രിസ്മസിന് അവരെൻ്റെ കാറ് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ ഓക്കെ അല്ലായിരുന്നു. പിന്നെ പീറ്റർ സാർ എൻ്റെ സീനിയർ ആയതുകൊണ്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നു. അവർ തിരിച്ചു വന്നപ്പോൾ അതിൽ കൊക്കൈൻ ഉണ്ടായിരുന്നു. അന്ന് അത് പോലീസ് പിടിച്ചു. കാർ എൻ്റെ പേരിലായതുകൊണ്ട് അതെന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു അവരുടെ ശ്രമം. പിന്നെ അവർ തന്നെ അത് ഒതുക്കി തീർത്തു. തന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ അവരത് ഒതുക്കി തീർത്തത്? അത് പിന്നെ താനെന്തിനാണോ പേടിക്കുന്നേ? അവര് 3 പേരും ചത്തില്ലേ? അത് അവര് തിരിച്ചു വന്നപ്പോ
എന്റെ കാറിൽ ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ ആഡിന്റെ ഫയൽ ഉണ്ടായിരുന്നു. ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ ആഡിന്റെ ഫയലോ? അതിലൊക്കെ എന്തിരിക്കുന്നു? അത് ഏത് കമ്പനിയുടെ ഫയലായിരുന്നു? അറ്റ്ലീസ്റ്റ് അതിന്റെ എംപ്ലോയെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സാർ. തനിക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ. അവരെ പറ്റി തനിക്ക് വേറെന്തെങ്കിലും അറിയാമോ? നോ, താൻ ഒന്നുകൂടി ആലോചിക്ക്. അറ്റ്ലീസ്റ്റ് അതിന്റെ പേരെങ്കിലും. അത് എന്തോ ബെസല്ല അങ്ങനെന്തോ പേരായിരുന്നു. അത് വൈറ്റ് ആൻഡ് ബ്രൗൺ വരുന്ന എംപ്ലോയ് അല്ലേ? അതെ സാർ. പക്ഷേ ഫയലിൽ എന്തായിരുന്നു എന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അത് അന്ന് പുലർച്ചെ 2 മണിക്ക് തന്നെ പീറ്റർ സാർ വീട്ടിൽ വന്ന് വാങ്ങിയിട്ട് പോയി. അതെന്തിനാ ആ ടൈമിൽ അയാൾ വന്നത്? അന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും മിഡ്നൈറ്റ് കഴിഞ്ഞിരുന്നു. ഞാൻ എത്തിയപ്പോഴേക്കും എന്നെ കാത്ത് പീറ്റർ സാർ വീട്ടിലുണ്ടായിരുന്നു. അതിൽ എന്തായിരുന്നു എന്ന് തുറന്നു നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഷിറ്റ്! അയാളെ തന്നോട് വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് സാർ എന്നോട് ആ ഫയൽസ് വായിച്ചു നോക്കിയിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയെ. ഈ കേസ് ഉള്ളത് കൊണ്ട് ആ കാർ ഒന്ന് വിൽക്കാൻ പോലും പറ്റുന്നില്ല സാർ. അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ജയറാം സാർ നാട്ടിലെത്തിയ ഉടനെ തന്നെ അയാളെ കാണാൻ പോയത്. ഞങ്ങൾക്കിടയിലെ സംസാരത്തിൽ വാക്കുതർക്കം ഉണ്ടായി. ഇതിന്റെ പേരിൽ അയാൾ എന്നെ ഉപദ്രവിച്ചു. അത് തടയാൻ വേണ്ടിയാ ഞാൻ അയാളെ പിടിച്ചു തള്ളിയത്. ഞാൻ ഓടുന്നതിന്റെ ഇടയ്ക്ക് അയാൾ എന്റെ പിറകെ ഓടി വരുന്ന ശബ്ദം ഞാൻ കേട്ടതാ. അയാളെ കൊല്ലണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല സാർ. ഒരാളെ തള്ളിയിട്ട് കൊന്നതും പോരാ, എന്നിട്ട് അവൻ വലിയ നിഷ്കളങ്കം ചമയുന്നു. സാർ പ്ലീസ്, ഞാൻ പറയുന്നതൊക്കെ സത്യവാ. ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടേക്ക് പോകില്ലായിരുന്നു. ഇങ്ങനെ നിനക്ക് ഓരോരുത്തരെ കൊല്ലാൻ ഓരോരോ കാരണങ്ങൾ. ഞങ്ങളും കുറെ ക്രിമിനൽസിനെ കണ്ടതാ. ഇന്നിപ്പോ ജയറാമിനെ തള്ളിയിട്ടു എന്ന് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. നാളെ അത് കൊന്നെന്ന് പറയും. പിന്നെ ബാക്കിയുള്ളവരെ കൊന്നത് നീയാണെന്ന് പറയും. താൻ അയാൾക്ക് കുറച്ച് സമയം കൊടുക്ക്. സത്യം എന്തായാലും തെളിയും. താൻ എന്തെങ്കിലും ചെയ്. അപ്പോഴേക്കും ഇവനെ കുടുക്കാനുള്ള അടുത്ത തെളിവായിട്ട് ഞാൻ വരാം. സാർ പ്ലീസ്, ഞാൻ പറയുന്നതൊക്കെ സത്യവാ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. എല്ലാം നമുക്ക് കണ്ടറിയാം. Now you are ready to lose the world. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ നടക്കുന്നത്? ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ. താൻ ഇങ്ങനെ പേടിക്കാതെ. അതിന് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ പോലും ഏതവനാ എത്ര ധൈര്യം? ആ ഡോക്ടറില്ലേ, അവൻ ജയറാം നാട്ടിലെത്തിയ ഉടനെ കാണാൻ പോയിരുന്നു. ജയറാമിനെ അവസാനമായി കണ്ട വ്യക്തി അയാളാണ്. ഇപ്പൊ അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാ. ഒരിക്കലും കമ്പനിയുടെ ഫയൽസ് അവന്റെ കയ്യിൽ കിട്ടിയതല്ലേ. ഇനി അവരോട് എല്ലാ സത്യങ്ങളും അവൻ പറയുമോ? അവൻ അത് തുറന്നു പോലും നോക്കിയിട്ടില്ല എന്ന് പീറ്റർ പറഞ്ഞതല്ലേ. ഇനി പറഞ്ഞാലും അവരത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അത്ര പെട്ടെന്നൊന്നും നമ്മളെ കൊടുക്കാൻ പറ്റില്ല. പോലീസുകാർ കുറച്ച് കറങ്ങും. ആരായിരിക്കും ഇതിന്റെ പിന്നില്? അയാളുടെ അടുത്ത ലക്ഷ്യം ഇനി നമ്മളാണോ? അതിന് നമ്മളുടെ രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനും ധൈര്യം കാണിക്കില്ല. ഇനി എന്തായാലും ഫോണിലൂടെ സംസാരം വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കാണാം, തികച്ചും ഒഫീഷ്യൽ ആയിട്ട്. ശരി. അന്തോണിച്ച, അപ്പൊ നവീന് ജാമ്യം കിട്ടില്ലേ? അവനാ കൊന്നതെന്ന് ഉറപ്പായിട്ടില്ലല്ലോ. ഓട്ടോപ്സി റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ജാമ്യം കിട്ടിയാലും എപ്പോഴും പോലീസിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും, ഉറങ്ങുമ്പോ പോലും. എങ്കിൽ എനിക്കും വേണമായിരുന്നു ഒരു പോലീസ് പ്രൊട്ടക്ഷൻ. അതിന് നീ ആരെങ്കിലും കൊന്നോ? അങ്ങനല്ല. എനിക്കും ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതങ്ങനെ ടെമ്പററി ആയിട്ടല്ല, പെർമനന്റ് ആയിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ. അതും ഇവിടുന്ന് മതി. കിട്ടുമോ അന്തോണിച്ച? അതിന് വീട്ടിൽ തന്നെ ഒന്നുണ്ടല്ലോ. അത് മമ്മിക്കുള്ള പ്രൊട്ടക്ഷൻ അല്ലേ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോൾ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണം, പെർമനന്റ് ആയിട്ടേ. നിന്റെ പപ്പ എപ്പോ വരും? എന്തിനാ അന്തോണിച്ച ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ആ വരുണിനെ പോയി ശല്യം ചെയ്യും. ഞാൻ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് നീ കണ്ടില്ലേ?
എന്നെ കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ മതി നിങ്ങൾക്ക്. നിനക്കെന്താ ഭ്രാന്തായോ? അതെ, ഭ്രാന്ത് തന്നെയാ. കുറെ വർഷമായി ഇത് തുടങ്ങിയിട്ട്. എനിക്കിതിലൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. ഞാൻ പലവട്ടം വാൺ ചെയ്തു, ഇമാതിരി ലൂസ് സ്റ്റോക്ക് ആയിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. നിങ്ങൾക്ക് ഞാനൊരു ശല്യമാണോ? ഇത്ര വർഷമായിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഞാൻ കാണിക്കുന്നതൊക്കെ വെറും ഭ്രാന്താണോ? അന്തോണിച്ചൻ എൻ്റെ കണ്ണിൽ നോക്കി പറ, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്. ഒരു തവണ പോലും നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലാന്ന്. അന്ന പ്ലീസ്, നീ വിചാരിക്കുന്നത് പോലെയല്ല. എനിക്ക് എൻ്റെ പാസ്റ്റ് എല്ലാം മറന്ന് ജീവിക്കാൻ കഴിയില്ല. ഇനി വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. ഫാസ്റ്റ് 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 കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾ എന്താ കരുതുന്നേ? ചത്തുപോയ ഒരാൾ തിരിച്ചു വരുമെന്നോ? അന്ന,